ഇവിടെ തന്നെ ഇങ്ങനെ കൂടിയാൽ മനസ്സ് മരവിക്കില്ലേ കുട്ടി? എല്ലാവർക്കും ഒരു ജീവിതമേ ഉള്ളൂ. ഈ ലോകത്തുള്ള എല്ലാ സുഖങ്ങളും ഈ ജീവിതത്തിൽ തന്നെ അനുഭവിച്ച് തീർക്കണം, വേണ്ടേ? എനിക്കിവിടെ സുഖം തന്നെയാണല്ലോ. ഇവിടെ എന്ത് സുഖം? അമ്മാമയ്ക്കും അമ്മായിക്കും 3 നേരം വെച്ച് വിളമ്പി കൊടുക്കുന്നത്. കുട്ടിയെ ഒരു ദിവസം ഞാൻ കൊണ്ടുപോകാം ബോംബെക്ക്. അച്ഛൻ എന്നെ അന്വേഷിച്ചു. നിക്കുക. നീലഗിരിയിലെ എസ്റ്റേറ്റ് രാധക്ക് ഒറ്റയ്ക്ക് നോക്കി നടത്താൻ പറ്റുമെന്ന് തോന്നുന്നുണ്ടോ? എസ്റ്റേറ്റോ? അതെ. ഞാനെന്തിനാ അതൊക്കെ നോക്കണേ? രാധയുടെ പേരുള്ള എസ്റ്റേറ്റ് പിന്നെ മറ്റാരെങ്കിലും നോക്കി നടത്തുവോ? നീലഗിരിയിൽ ഒരു ബംഗ്ലാവ് പണിയിപ്പിച്ച് അവിടെ കൂടിയാലും എനിക്ക് കുഴപ്പമൊന്നുമില്ല. നല്ല സുഖമായിട്ടുള്ള കാലാവസ്ഥ അവിടെ. ഈശ്വര, എനിക്കൊന്നും മനസ്സിലാവണില്ല. ഓ അത് ശരി, പുറകെ വന്നതാവും കുട്ടിയുടെ. അതെ, ഞാൻ ചെറിയമ്മോട് പറഞ്ഞു കൊടുക്കും താനിങ്ങനെ ചില വൃത്തികെട്ട കാര്യങ്ങളിലൊക്കെ ചെന്ന് പെടുന്നു. ഒരു വിരോധം ഇല്ല. ഇത്തരം വൃത്തികെട്ട കാര്യങ്ങളിൽ രവിയേട്ടൻ താല്പര്യം കാണിക്കാണ്ടിരുന്നാ മതി. മൂത്തവരെ ഗുണദോഷിക്കാരൊക്കെ ആയോ താൻ? പോയിക്കോളൂ. സ്വത്തുക്കളുടെ കാര്യത്തിൽ ചില സെറ്റിൽമെന്റ് ഒക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു കേട്ടു. സത്യാവസ്ഥ അറിയാനൊരാശ. കേട്ടതൊക്കെ ശരി തന്നെയാ. ബില്ലെഴുതി രജിസ്റ്റർ ആക്കിയിട്ടുണ്ട്. എസ്റ്റേറ്റ് ഒഴിച്ചുള്ള എല്ലാ സ്വത്തുക്കളും 3 തമ്പുരാട്ടിമാരുടെയും മറ്റുള്ളവരുടെയും പേർക്കാ എഴുതി വെച്ചിരിക്കുന്നു. എസ്റ്റേറ്റ് രാധികയ്ക്കും വലിയ തമ്പുരാട്ടിക്കും മാലയി തമ്പുരാട്ടിക്കും കൂടെ. പിന്നെ കണക്കിലൊന്നും പെടാത്ത കുറച്ച് പൊന്നും പണമുണ്ട്. അത് ആർക്കും ഒരു കുറവും വരാത്ത വിധത്തിൽ വീതിച്ചങ്ങോട്ട് തരും. പക്ഷെ തമ്പുരാന്റെ കാലശേഷേ കൈ കിട്ടും. അതുവരെ ജീവിക്കാനുള്ളത് മുടക്കം കൂടാതെ ഇവിടെ നിന്ന് തരുന്നുണ്ടല്ലോ. അപ്പോ കാലശേഷമേ കിട്ടൂ അല്ലേ? പ്രശ്നവശാൽ 84 വയസ്സിൽ മരിക്കാനൊരു യോഗമുണ്ട്. അത് കഴിഞ്ഞാ പിന്നെ 96 വയസ്സ് വരെ യമധർമ്മന് പോലും തൊടാൻ പറ്റില്ല. അപ്പോ 96 കൂട്ടുന്നത് തന്നെയാ നല്ലത് അല്ലേ? അപ്പോ പിന്നെ ഇനിയും 10-36 വർഷം. അപ്പോഴേക്കും നമ്മളൊക്കെ മരിച്ച് മണ്ണടിഞ്ഞിട്ടുണ്ടാവും. നമുക്കൊക്കെ കൂടി വന്ന 5-10 കൊല്ലം കൂടി ഉണ്ടാവും ആയുസ്. ഇപ്പോഴേ തളർച്ചയും കിതപ്പും ഒക്കെ ഉണ്ട്. കുർത്ത ഉറക്കൊളിക്കാണ്ട് പോയി കിടന്നുറങ്ങുക. അമ്മാവൻ തിരുമനസിന്റെ സ്വത്ത് അനുഭവിക്കാന്ന് മോഹിക്കണ്ട. അച്ഛൻ ഇരിക്കൂ, പോകാൻ വരട്ടെ. നമുക്ക് എല്ലാവർക്കും കൂടി അമ്മാമയെ കണ്ട് സങ്കടം പറയാം. തരാമെന്ന് തീരുമാനിച്ചിട്ടുള്ള ഉടനെ തന്നെ തരണം നിങ്ങൾ പറയാം. ചോദിക്കേ വേണ്ടു, ഉടനെ ഇങ്ങോട്ട് എടുത്തു തരും. എന്റെ ഗുപ്ത, താൻ ഇത്ര മണ്ടനായി പോയല്ലോ. അമ്മാമയെ ഇത്രയും കാലമായിട്ടും താൻ പഠിച്ചില്ലേ? നിധി കാക്കുന്ന ഭൂതാണ് ആ കിഴവൻ. നടക്കുന്ന കാര്യം വല്ലോണ്ട് ആലോചിക്കുക. ഒരു കേസ് കൊടുത്താലോ? കിളവനും ആ തള്ളയെ പോലെ സ്ഥിരബുദ്ധിയില്ല എന്ന് വരുത്തിയ എഴുതി വെച്ചിരിക്കണ വില്ല് അസാധുവാവില്ലേ? അച്ഛാ, കേസിനും പ്രശ്നത്തിനും ഒക്കെ പോയാ ഉള്ളതും കൂടി ഇല്ലാണ്ടാവേ ഉള്ളൂ. വെറുതെ വിട്ടിത്തങ്ങൾ ഓരോന്ന് ആലോചിക്കണ്ട. അപ്പൊ പിന്നെ എന്താ ചെയ്യുക? ഹേയ്, ഒന്നും ചെയ്യാനില്ല. 3 നേരം സുഖമായിട്ട് ഉണ്ടു ഉറങ്ങി അങ്ങോട്ട് കഴിഞ്ഞു വിടുക, അത്ര തന്നെ. കിട്ടുന്നതിൽ ഒരു ഓഹരി എനിക്കും ബാലരാമനും കൂടി തരാമെങ്കിൽ വഴി ഞാൻ പറയാം. തരുവോ? തരാം. തരാം. ക്ഷത്രിയന് യുദ്ധം ധർമ്മമാണ്. യുദ്ധം ചെയ്യുക. യുദ്ധത്തിൽ നിഗ്രഹം പാപമല്ല, യശസ്സാണ്. അതും സ്വന്തം അമ്മാമേ. ശ്രീകൃഷ്ണൻ മാധുരൻ കംസനെ വധിച്ച കഥ കേട്ടിട്ടില്ലേ? അർജുനൻ സ്വന്തം സഹോദരനായ കർണന്റെ നെഞ്ചത്ത് ദിവ്യാസ്ത്രം പ്രയോഗിച്ചത് കേട്ടിട്ടില്ലേ? അതൊന്നും അധർമ്മമായിരുന്നില്ല. യുദ്ധത്തിൽ പിതാവോ പുത്രനോ അമ്മാവനോ അനന്തരവനോ ആരുമില്ല. ശത്രു മാത്രമേ ഉള്ളൂ. ശത്രു. എന്തായി ആ സമയത്ത്? നീ വല്ലാണ്ട് ഭയപ്പെട്ടിരിക്കണല്ലോ. എന്താ ഉണ്ടായേ? പറയാ. ഞാനൊരു സ്വപ്നം കണ്ടു. അത്രേ ഉള്ളൂ. അച്ഛൻ സൂക്ഷിക്കണം, ശത്രുക്കളാണ് ചുറ്റും. അയ്യേ, എന്താ ഇത്? ഒരു സ്വപ്നം കണ്ടു എന്ന് വെച്ചാ ഇങ്ങനെ പരിഭ്രമിക്കണത്?
അച്ഛനൊന്നും വരില്ല. ചുറ്റും ചിരിച്ചു കാണിക്കണ മുഖങ്ങളൊക്കെ പൊയ്യാണെന്നറിയാം. വഹകളിലാണ് എല്ലാവർക്കും നോട്ടം. കൊടുക്കാൻ മനസ്സില്ലാഞ്ഞിട്ടല്ല, ഞാനിതൊക്കെ കെട്ടിപ്പൊതിഞ്ഞു കൊണ്ടുപോകാൻ പോണുണ്ടോ. എന്നാലും ഈ ആർത്തി കാണുമ്പോഴാ. നിന്നെ ഒരു സ്ഥാനത്ത് ഏൽപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ മരിക്കണതിലും അച്ഛന് സന്തോഷമുള്ളൂ. പോയി കിടന്നുള്ളൂ. ആരാ ഇപ്പൊ കളിച്ചേ? ഉറക്കം വരണില്ല അച്ഛാ, ഞാനിരിക്കാം. വേണ്ട, പോയി കിടന്നോളൂ. എനിക്കിതൊക്കെ പതിവാ. രണ്ടു മാസം ലീവ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് എന്താ ഇത്ര പെട്ടെന്ന് പുറപ്പെടുന്നേ? പോയിട്ട് അത്യാവശ്യമായിട്ടൊരു കാര്യമുണ്ട്. 3-4 ദിവസം കഴിഞ്ഞ് തിരിച്ചു വരും. എന്നാലേ ഏട്ടൻ തിരുമനസിനോടൊന്ന് പറഞ്ഞിട്ട് പോണം. അതിനൊന്നും നിക്കണ്ട, വാ. അന്വേഷിക്കുകയാണെങ്കിൽ അമ്മ പറഞ്ഞാൽ മതി. ഓ, അങ്ങേർക്ക് ഇപ്പൊ അതിനല്ലേ നേരം. സമയം കളയാതെ വേഗം പുറപ്പെടെ. വേണ്ട, നീ വരണ്ട. 3 നാളായിട്ട് ഇറങ്ങണ്ട. ഞാൻ അവരെ കൊണ്ട് വിട്ടിട്ട് വരാം. ആ, രവി വന്നിട്ടുണ്ട്. ശംഭു മഹാദേവ. പറഞ്ഞതൊക്കെ ഓർമ്മയുണ്ടല്ലോ. ഉദയവർമ്മ ഒരു വൃദ്ധൻ മാത്രമാണെന്ന് ധരിക്കരുത്. സ്ഥാനവും അധികാരവും ഇല്ലെങ്കിലും അയാൾ രാജാവാണ്. ആ പദവിയുമുണ്ട്. മാത്രമല്ല സർക്കാർ തലത്തിൽ ബഹുമാനിക്കപ്പെടുന്ന ആളുമാണ്. ഒരു ചെറിയ പാളിച്ച പറ്റിയാൽ നിങ്ങൾ എല്ലാവരും ഇരുമ്പഴിക്കുള്ളിലാണ്. ഈ പാവപ്പെട്ട അന്ധൻ രക്ഷപ്പെടും. വാർദ്ധക്യ സഹജമായ കാരണങ്ങളാലോ അല്ലെങ്കിൽ യാദൃശ്ചികമായ ഒരു അപകടം മൂലമോ ആയിരിക്കണം മരണം. കൊലപാതകമാണെന്ന് സംശയം കൂടി തോന്നാൻ പാടില്ല. അത് സാധിക്കോ? സാധിക്കണം. വെറുതെ വധിക്കാനാണെങ്കിൽ ആർക്കും ആരെയും വധിക്കാം. തനിക്കും പറ്റും. കൊണ്ടുവരുന്നയാൾ സമർത്ഥനായിരിക്കണം. ബുദ്ധിയും വൈഭവമുള്ള ആളായിരിക്കണം. കാഴ്ചയിലും പെരുമാറ്റത്തിലും ആർക്കും ഒരു സംശയവും തോന്നരുത്. അങ്ങനെയുള്ള ഒരാളെ കിട്ടിയില്ലെങ്കിൽ ഈ പദ്ധതി അങ്ങ് മറന്നേക്കും. ബോംബെയിൽ കിട്ടാണ്ടിരിക്കില്ല. അധോലോക രാജാക്കന്മാരുടെ നാടാണ് ബോംബെ. മുത്തച്ഛൻ അറിയോ അത്? ഈ അന്ധൻ എന്തറിയാൻ? ഒരു കാര്യം വീണ്ടും ഓർമ്മിപ്പിക്കുന്നു. ഐകമത്യം മഹാബലം. ഒരുമിച്ച് നിന്നാൽ എല്ലാവർക്കും നല്ലത്. സ്ത്രീകളോട് ഒരു കാരണവശാലും ഒന്നും പറയരുത്. കഴുത്ത് അങ്ങോട്ട് കണ്ടിച്ചാലും ഞാൻ മാധവിയോട് പറയുന്ന പ്രശ്നമില്ല. അപ്പൊ ഞാൻ പോയി വരട്ടെ മുത്തച്ഛ. വിജയ് ഭവ. ये अच्छा माल है भाई. नहीं नहीं, मेरे पास नहीं है. कह दिया मुझे नहीं है, तुम जाके बढ़ा दो. नहीं चाहिए, नहीं चाहिए. ले लो भाई. अच्छा माल है. नहीं सस्ता चाहिए. में देगा. नहीं चाहिए. ये जापान की माल है. क्या दाम में देगा? जल्दी बोलो. 400, 500, 600. ये दाम तो बहुत ज्यादा, प्लीज. अरे भाई, भाई, आओ भाई. अरे പാഹേരെ കൊണ്ടു. ഏത് നായിന്റെ മോനാണ് കണി കണ്ടത്? തമ്പ്രാൻ, തമ്പ്രാൻ, എവിടെയാണ്? വല്ലതും വേണോ? ജപ്പാന്റെ പുതിയ ഐറ്റംസ് ഒക്കെ ഉണ്ട്. ഇപ്പൊ ഒന്നും വേണ്ട. ഞാൻ വേറൊരാളെ അന്വേഷിച്ച് ഇറങ്ങിയതാ. മാമച്ചനായിരിക്കും. നിനക്ക് ഡ്യൂപ്ലിക്കേറ്റ് തന്നെ പറ്റുള്ളൂ. അതല്ല,